ഒരു പുഷ്പാഞ്ജലി. സേതുമാധവൻ, തിരുവാതിര നക്ഷത്രം. എവിടെയായിരുന്നു? അതെ ഏട്ടത്തി, എന്റെ കർച്ചീഫ് കളഞ്ഞു പോയി. കിട്ടി. എന്തൊന്നാടി ഇത് സൈറൻ അടിക്കുന്നത്? തീപിടുത്തോണ്ടായ? എത്ര വട്ടം ഞാൻ വിളിച്ചു നോക്കി. അതുകൊണ്ട് ഞാൻ നല്ല ബെസ്റ്റ് ഒരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. യഥാർത്ഥ ജീവിതത്തിൽ ഒരു രക്ഷയില്ല. ഒരു സ്വപ്നം കണ്ട് ആശ്വസിക്കാന്ന് വെച്ചാൽ അതിന് സമ്മതിക്കില്ല. വന്നൊന്ന് കുളിക്ക് ചെയ്തു കേട്ടാ. മലയാള മാസം ഇത് ഏതാണെന്ന് അറിയോ? എന്തിനാ പറ. മലയാളം ഇത് വൃശ്ചികമല്ലേ? വൃശ്ചികോ? ഇതോ? അപ്പൊ ആളീ ലോകത്തുനിന്ന് പോയി. ഇത് മിഥുനം. മിഥുനെങ്കിൽ മിഥുന എന്ത് വേണം? മിഥുനത്തിലെ തിരുവാതിര ആരുടെ നക്ഷത്ര? എന്റെ. യോ, ഓ, ഇന്നെന്റെ പിറന്നാളല്ലേ? ഭഗവാനെ, ഒരു വയസ്സൂടെ കൂടി. അതുപോട്ടെ. ഇംഗ്ലീഷ് എത്ര? 6. 6? തിങ്കളാഴ്ച. ഭഗവാനെ, 100 കൂട്ടം പണികളുള്ള ദിവസം. താങ്ക് യു ഡിയർ, എന്നെ വിളിച്ചുണർത്തിയത്. ചേച്ചേ, ചായ എടുത്തോ? ചേച്ചി, വെള്ളം ചൂടാക്കണേ. പ്രേമൻ ഇവിടെ വന്നോ? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. പ്രേമ, ഇയാള് വലിയ ഭംഗിയൊന്നും വരുത്തണ്ട. ഇതൊന്ന് എളുപ്പം തീർത്ത് തന്നാ മതി. ഇപ്പൊ അങ്ങനെ പറയും. പിന്നെ വല്ലവനും ഒന്ന് പണിക്ക് കുറ്റം പറഞ്ഞാ സാറ് അവരുടെ കൂടെ കൂടും. അയ്യോ, ഞാൻ ആരെയും കുറ്റം പറയുന്നില്ലേ. പ്രേമ, ഞാൻ റെഡി മുതലാളി. തന്നോട് ഇന്നലെ ഞാൻ പറഞ്ഞതല്ലേ ഒത്തിരി സ്ഥലങ്ങളിൽ പോകാണ്ട് രാവിലെ ഇവിടെ കാണുന്നു. കണ്ടാ പോയിരിക്കാ. വണ്ടിയുടെ ഏത് വണ്ടി? ഏത് വണ്ടിയെന്നോ? ആ അതെ, ഏത് വണ്ടി തന്നെ ചോദിച്ചത്. വേനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന്റെ ഡീസൽ ടാങ്ക് ഇപ്പൊ മരുഭൂമിയാ. ഡീസൽ അടിച്ചില്ലേ? ആരടിക്കാൻ, എങ്ങനെ അടിക്കാൻ? ഇന്നലെ ഡീസൽ അടിക്കാൻ കാശ് ചോദിച്ചപ്പോ പച്ചവെള്ളം ഒഴിച്ച് ഓടിച്ചോളാം മുതലാളി പറഞ്ഞില്ലേ. അതുകൊണ്ടാ തൽക്കാലം സഞ്ചരിക്കാൻ ഈ വാടക സൈക്കിൾ എടുത്തോണ്ട് വന്നത്. ഒരു കാര്യത്തിന് അന്വേഷിക്കുമ്പോ ഒരു മണ്ണാങ്കട്ടയും കിട്ടില്ല. കേറണം. ഈ സ്ഥലത്തൂടെ പോയാ ഒരു ഇടവഴി താണ്ടി അവിടെ എത്താം. ഇവിടെയാണ് നമ്മൾ ആദ്യം തഹസിൽദാരെ കൊണ്ടുപോകേണ്ടത്. അല്ലല്ല, അതൊരു പുഴയാണ്. അവിടെ പോയിട്ട് കാര്യമില്ല. വില്ലേജ് ഓഫീസർ പോയിട്ട് പിന്നെ സാർ, ആ പൊസഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റ് മനസ്സിലായി. പക്ഷേ സാറിന്റെ റിപ്പോർട്ട് കിട്ടിയിട്ട് എനിക്ക് 3 ഡെപ്യൂട്ടി തഹസിൽദാരന്മാരെ കൊണ്ട് ഒപ്പിടിക്കണ്ട. പറ്റില്ല. കനാലോട്ടാണുള്ള സ്ഥലം എടുപ്പിന് തഹസിൽദാർ ഒരു ദിവസം. സാറിന്ന് വരാൻ പറഞ്ഞ എനിക്കത് കിട്ടിയിട്ട് വേണം KFC പോവാൻ. ഓ, താനിന്ന് സർട്ടിഫിക്കറ്റ് കൊണ്ടേ പോകും. തരാമെങ്കിൽ ഞാൻ ഇല്ല, ഒരാഴ്ചത്തേക്ക് നോക്കണ്ട. അല്ല പിന്നെ സർ പ്ലീസ്. എടോ, നാരായണൻ പേരെ ഇയാളെ പിടിച്ച് പുറത്താക്ക്. നാരായണൻ പേരെ ഓ, ഒരാവശ്യത്തിന് വിളിച്ചാ കാണേ ഇയാൾ കടന്നു പോടോ. മല മറിക്കുന്ന കാര്യമൊന്നുമല്ല. ഫയൽ എടുക്കുക, തുറക്കുക, നമ്പർ നോക്കുക, സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് തരിക, അത്രേ വേണ്ടൂ. പക്ഷെ ചെയ്യില്ലെന്ന് വെച്ചാ എനിക്ക് മുതലാളിയുടെ അത്രയും വിദ്യാഭ്യാസവും ലോകപരിചയവും ഒന്നുമില്ല. എന്നാൽ ഒരു അഭിപ്രായം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്തഭിപ്രായം? ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്ന നടുക്കഷ്ണം തിന്നണം മുതലാളി. ഇത് നിന്റെ അഭിപ്രായമല്ലല്ലോ, ഒരു പഴഞ്ചൊല്ലല്ലേ. പക്ഷെ പഴഞ്ചൊല്ലി സ്വന്തമായിട്ട് അഭിപ്രായം വല്ല ഇവിടെ പറടാ. ഈ നാട്ടിൽ കാര്യങ്ങൾ നടക്കണമെങ്കിൽ കൈക്കൂലി കൊടുക്കണം മുതലാളി, അത്ര തന്നെ. കൊടുക്കാം, പക്ഷെ അതിനുള്ള പണം നീ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുതരണം. പറ്റുമോ? ഇങ്ങനത്തെ അഭിപ്രായമാണ് കൈവശം ഉള്ളതെങ്കിലേ അത് കയ്യിൽ തന്നെ വെച്ചാ മതി. എന്റെ അടുത്ത് വേണ്ട കേട്ടോ. സാർ കയറി വരണം. താനായിരുന്ന ഒരു ജോലി എടുക്കാൻ സമ്മതിക്കരുത്. എന്നെ നേരം വെളുക്കുമ്പോ കയറി വന്നോളൂ. തന്നെ കണ്ട അന്നത്തെ ദിവസം പോക്ക. എന്ന് വെച്ചാൽ കുറെ കാലമായിട്ട് എന്റെ കാര്യം പോക്ക. ഈ പഞ്ചായത്തിൽ ഇന്ന് വരെ ഇത്രയും തമാശ പറയുന്ന ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടായിട്ടില്ല. ആരാണോ തമാശ പറഞ്ഞത്? ആരാണോ തമാശ പറഞ്ഞത്? അല്ല, സാറിന്റെ പറച്ചിൽ കേട്ടപ്പോ എനിക്ക് ചിരി വന്നു പോയതാ. അങ്ങനെ ചിരി കൊണ്ട് പോണ്ട. എന്താണോ അവന്റെ പ്രശ്നം? സാർ, ഇൻസ്റ്റലേഷന്റെ പെർമിഷൻ മാത്രമേ ഇനി കിട്ടാനുള്ളൂ. ആണോ? എന്നോട് ഞാൻ എന്താ പറഞ്ഞു? ആ പറഞ്ഞ സാധനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ ഫാക്ടറിയുടെ 100 മീറ്റർ ചുറ്റളവിലുള്ള 11 വീട്ടുകാരുടെ സമ്മതപത്രം. വെള്ളത്തിലൂടെ, വായുവിലൂടെ, ശബ്ദത്തിലൂടെ ഉണ്ടാവുന്ന എല്ലാ പൊല്യൂഷനും അവർ സഹിച്ചോളാവുന്ന എഴുതി തന്നിട്ടുണ്ട്. ഈ പ്ലാൻ എവിടെ? സാർ, അത് 3 മാസം മുമ്പ് ഞാൻ തന്നു സാർ. ഇതൊന്നും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ സാർ ഇത് ശരിയായിട്ടോടെ എന്റെ KFC ലോൺ കിട്ടുന്നതും കിട്ടാതിരിക്കുന്നതും തന്റെ കാര്യം. ഇതിൽ ഒപ്പിട്ടു എന്ന് പറയുന്ന ആൾക്കാരെ മുഴുവൻ എനിക്കൊന്ന് കാണാം. എങ്കിൽ ഞാൻ അവരെ മുഴുവൻ വരിഞ്ഞു കെട്ടി ഒരു ലോറി കയറ്റി ഇവിടെ കൊണ്ടിറക്കാം. അപ്പൊ സാറിന് കാണാമല്ലോ. അത് വേണ്ട, ഞാനൊരു ഹെലികോപ്റ്റർ ചെന്നിറങ്ങി കണ്ടോളാം. ഇളക്കല്ലേ, ആളെ ഇളക്കല്ലേ. എനിക്ക് സൗകര്യം ഉള്ളപ്പോ ഞാൻ പോയി പരിശോധിക്കും. അത് ഈ നൂറ്റാണ്ടിൽ തന്നെ നടക്കുമോ? എങ്ങനെ ഇറങ്ങണോ പുറത്ത്? ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ. തമാശ നമുക്ക് അടുത്ത മാസം നല്ലൊരു ദിവസം നോക്കി പറയാം. താൻ ഇറങ്ങിക്ക്. ഇറങ്ങണോ പുറത്ത്?
എടാ ചങ്ക് പറിച്ച് കാണിച്ച അയ്യേ ചെമ്പരത്തി പൂവല്ലേ എന്ന് ചോദിക്കുന്ന വർഗമായത്. മാന്യമായിട്ടൊരു വ്യവസായം ചെയ്ത് ജീവിക്കുന്നവനെ വിശ്വാസമില്ല. രാജ്യദ്രോഹവും കള്ളക്കടത്തും നടത്തുന്നവന് മാലയിട്ട് സ്വീകരണം. ചുമ്മാതല്ല ഈ രാജ്യത്ത് സന്യാസിമാരുടെ എണ്ണം പെരുകുന്നത്. എന്നെ പോലെ വ്യവസായം തുടങ്ങി ജീവിതം മുരടിച്ചു പോയവന്മാരായിരിക്കും ഇവരൊക്കെ. SSLCക്ക് പഠിക്കുമ്പോ ഞാൻ കുറച്ചു കാലം നെക്സലൈറ്റ് ആയിരുന്നു. ഓഹോ. ആ, എക്സ്കർഷന് പോകാൻ കാശ് വെച്ചിട്ട് അമ്മാവൻ തന്നില്ല, നേരെ പോയി നെക്സലൈറ്റ് ആയി. ആഹാ. ആ. മുതലാളി ചതിച്ചു. ആ പലിശ പീതാംബരൻ നമ്മളെ കണ്ടെന്നാ തോന്നുന്നത്. ആഞ്ഞു ചവിട്ടിക്കും. അയാൾ ഒറ്റയ്ക്കാ? അല്ല, ആ ഗുണ്ടയുണ്ട് കൂടെ. ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. ചവിട്ട്. ക്ഷീണിച്ച മോനെ ചവിട്ടി. ഇതാര് പീതാംബരൻ ചേട്ടനാ? എന്റെ പേര് മറന്നില്ലേ? ഇത് ഭയങ്കര സംഭവം തന്നെ അല്ലേ ബോബി? നാളെ കാലത്ത് ചേട്ടൻ അവിടെ ഉണ്ടാവും. അറിഞ്ഞ അതുവഴി വരാതിരിക്കാനാവും. അല്ല, വരാൻ ചേട്ടനെ കാണാൻ. എന്താ വിശേഷിച്ച്? എന്താ ചേട്ടൻ മറന്നോ? ചേട്ടൻ ഞാൻ കുറെ രൂപ തരാനുണ്ട്. 20,000 രൂപയും അതിന്റെ പലിശയും. മരം വാങ്ങിക്കാൻ ഷോർട്ടേജ് വന്നപ്പോ 6 മാസത്തിന് മുമ്പ് ചേട്ടനെ സഹായിച്ച ചേട്ടൻ മറന്നോ? വേണ്ട, അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കണ്ട. എന്താണോട് തന്റെ വിചാരം? എടോ, ഒരു സ്കൂൾ മാസം പോകാനില്ല താൻ അല്ലേ? അച്ഛൻ ചീത്തപ്പേരുണ്ടാക്കി നടക്ക. പറഞ്ഞ വാക്കിന് വരെ വേണം. ചേട്ടാ ചേട്ടാ ചേട്ടാ, ഇത് റോഡാണ് ചേട്ടാ. നാളെ ഞാൻ ഒരു വ്യവസായ സ്ഥാപനത്തിന്റെ ഉടമയാണ്. 3 ദിവസത്തിനകം എന്റെ ലോൺ പാസ്സായി കിട്ടും. അത് കിട്ടിയാൽ ഉടൻ ആദ്യം ഞാൻ തരുന്നത് ചേട്ടന്റെ കാശായിരിക്കും. അന്നും താനൊരു 3 ദിവസത്തിന് കണക്കാ പറഞ്ഞു. അല്ല, അന്ന് 3 മാസമാ പറഞ്ഞത്. അല്ല, 3 ദിവസം എന്ത് ചെയ്യും? ഇന്ന് 17, നാളെ 18, 19, 20. 20-ാം തീയതി കാലത്ത് മുതലും പലിശ എന്റെ വീട്ടിലെത്തിയില്ലെങ്കിൽ നോക്കി ഇവനെ കൊണ്ട് കക്കുണ്ടി നിർത്തടാ. ഞാനുണ്ട്. ഇത് കുറുപ്പാണ് പറയുന്നത് കേട്ടാ. ഇത് മനസ്സിൽ വെച്ചോ, നല്ലോണം ഓർമ്മിച്ചോ. എഞ്ചിനീയർ സാറേ, ഇത് ഞാനാ, ലൈൻമാൻ KT കുറുപ്പ്. ഇത് മദ്യ, വിദേശ മദ്യ. അന്ന് ഞാൻ കുടിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ കുടിച്ചെന്നും പറഞ്ഞ് നീ എന്നെ സസ്പെൻഡ് ചെയ്തു. ഇയാളുടെ ചുരിദാറിട്ടുള്ള ഭാര്യ എന്നോട് മാർക്കറ്റിൽ പോയി മീൻ മേടിക്കാൻ പറഞ്ഞു. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ അവളോട് പറഞ്ഞു, ആ പണി നീ നിന്റെ തന്തയോട് പറഞ്ഞാൽ മതി. ഇത് പറയാൻ ഒരു ഇന്ത്യൻ പൗരന് അവകാശമുള്ള പട്ടിപ്പന്നികളായി പോലീസിന് വിളിച്ചു പുറത്താക്കും. പോലീസ് എന്താ നിന്റെ അമ്മായിയപ്പന്റെ കുടുംബക്കാരാ? താനെ ചീഫ് എഞ്ചിനീയർ അല്ല, ചീഫ് എഞ്ചിനീയർ. ചീപ്പ് എന്ന് പറഞ്ഞ അൽപ്പൻ. ആ പോയവനുണ്ടല്ലോ, അവന്റെ അന്ത്യണ്ടല്ലോ. ഇവിടെ നോക്ക്, മരണായിരിക്കും. ദാക്ഷായണി ബിസ്ക്കറ്റ് കമ്പനിയുടെ ഓണർ സേതുമാധവൻ ഇന്നും വന്നിട്ടുണ്ട് സാർ. വരാൻ പറയും. ഓ, ശരി ശരി. തന്റെ കാര്യം നടക്കില്ല. അയ്യോ, വന്നു കയറിയോണ്ട് അങ്ങനെ പറയരുത് സാർ. ഇന്നെന്റെ പിറന്നാളാണ്. അതുകൊണ്ട് അല്പമെങ്കിലും പോസിറ്റീവായ ഒരു ആൻസർ സാറിന്ന് പറയണമെന്ന് അപേക്ഷയുണ്ട്. എടോ, നിയറസ്റ്റ് ട്രാൻസ്ഫോർമറിന്റെ കപ്പാസിറ്റി 20 kV ആണ്. 30 HP അല്ലേ എനിക്ക് ആവശ്യം. നടപ്പില്ല. പുതിയ ട്രാൻസ്ഫോർമർ ഇൻസ്റ്റാൾ ചെയ്തേ പറ്റൂ. അപ്പോ ഞാൻ സ്വന്തമായിട്ട് ട്രാൻസ്ഫോമറിന് കാശ് മുടക്കണം? വേണം. 1 ലക്ഷം രൂപയെങ്കിലും ചെലവാവും. എന്റെ ഭഗവതി. എങ്കിൽ ചെല്ലേ, പണം ശരിയാകുമ്പോ വാ. ഇല്ല സാർ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നെങ്കിൽ എന്നെ ഇനി ഈ ഭാഗത്ത് കാണൂല. എടോ, താൻ ഈ ഓഫീസിൽ കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇതുവരെ തന്റെ കാര്യമല്ലാതെ ഞങ്ങളുടെ കാര്യം വല്ലതും താൻ അന്വേഷിച്ചോ? മനസ്സിലായില്ല. മനസ്സിലാകാത്തതുപോലെ അഭിനയിക്കാ താൻ. എടോ, ഒരു പാലം പണിതാലേ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ കഴിയണം. അതിനിവിടെ പാലമൊന്നും കാണാനില്ലല്ലോ സാർ. 1 ലക്ഷം രൂപയെന്ന് കേട്ടപ്പോ താൻ ഞെട്ടി. എന്നാ ഞെട്ടാത്ത 1 ലക്ഷത്തിന്റെ കാര്യം ഞാൻ പറയട്ടെ. അതേത് ലക്ഷം സാർ? ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്. 1 ലക്ഷത്തിന്റെ പോളിസി. താൻ ചത്ത ഡിവിഡന്റും ബോണസും എല്ലാം ചേർത്ത് 1,75,000 രൂപ തന്റെ കുടുംബത്തിന് കിട്ടും. എന്റെ ഭാര്യയ്ക്ക് LICയുടെ ഏജൻസി ഉണ്ട്. താൻ 1 ലക്ഷത്തിന്റെ പോളിസി എടുത്തേക്ക്. ട്രാൻസ്ഫോർമറിന്റെ കാര്യം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞാൻ നോക്കാം. പോളിസിയും പ്രീമിയം എല്ലാം 10,000ത്തിന്റെ പോളിസി എടുക്കാം സാർ. ഇറങ്ങി പോടോ, ഒരുമാതിരി ഊപ്പ വ്യവസായി.
1 ലക്ഷത്തിന്റെ കാര്യമാണെങ്കിലും ഇങ്ങോട്ട് വന്നാ മതി. എന്താ? എടുക്കാം സർ. ഇന്നലെ വന്നിട്ട് ഇതുവരെ പോയില്ലേ? ഇല്ല പോയില്ല, ഇവിടെ കിടന്നു. എന്റെ അമ്മായി അമ്മയുടെ വീടാണല്ലോ ഇത്. പെണ്ണുമ്പിള്ളയുടെ കിന്നാറ്റ്. ആ എന്തായി? ചത്താൽ 1.25 ലക്ഷം രൂപ കിട്ടും. ആര് ചത്താൽ? ഞാൻ ചത്താൽ ഇൻഷുറൻസിന്റെ പോളിസി എടുത്താലേ ട്രാൻസ്ഫോമറിന് കയ്യിൽ നിന്ന് കാശ് മുടക്കണ്ടാണ്. അതുകൊള്ളാം. അപ്പൊ പോളിസി എടുത്തിട്ട് മുതലാളി ആത്മഹത്യ ചെയ്താൽ മതി. ദുർമരണത്തിന് കാശ് കിട്ടത്തില്ല. അല്ലെങ്കിൽ നിന്റെ പേര് പോളിസി എടുത്തിട്ട് നിന്നെ തല്ലിക്കൊന്നാലൊന്നും സത്യമായിട്ട് ഞാൻ ആലോചിച്ചാ. നാളെ പ്രീമിയം അടയ്ക്കണം. ഇതിന്റെ ഇടയിൽ അതിന് കാശ് എവിടെ? നീ ഇതുകൊണ്ട് പണയം വെച്ചിട്ട് കിട്ടുന്ന എന്താന്ന് വെച്ചാൽ വാങ്ങിച്ചോണ്ട് വാ. ഓ, നമ്മുടെ സ്ഥിരം ഞാനിവിടെ എവിടെയെങ്കിലും കാണും. ഓ ഓക്കെ. വന്നല്ലേ? ആ വിട് വിട്. ഇത് അമ്മയ്ക്ക് ബലരാമൻ ചേട്ടൻ ബോംബെ അയച്ച കത്താ. അപ്പൊ എനിക്കോ? നിനക്കില്ല. നാളെ മുതൽ നിന്റെ കത്തും അന്വേഷിച്ച് പോസ്റ്റ് ഓഫീസിന്റെ നടയിൽ നിൽക്കാനേ വേറെ ആളെ അന്വേഷിക്കണം. കുതിരയ്ക്ക് കൊമ്പ് മുളയ്ക്കുമ്പോഴാവും നിന്റെ സേതുവായിട്ട് നിനക്ക് കത്തയക്കുന്നത്. നീ ശരിക്കും നോക്കിയോ ശ്യാമേ? ആഴ്ചയിൽ 2-3 കത്ത് വീതം നീ അങ്ങോട്ട് കാച്ചി വിടുന്നുണ്ടല്ലോ. പക്ഷെ അയാളോ നിനക്കൊരു കത്തയച്ചിട്ട് മാസം 3 ആയില്ലേ? കാര്യമായിട്ട് എന്തെങ്കിലും തിരക്കിപ്പെട്ടതാവും, അല്ലെങ്കിൽ എഴുതിയനെ. എന്റെ സംശയം അയാള് നിന്നെ വിട്ട് ടൗണിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു പരിഷ്കാര പെണ്ണുമായി പ്രേമം തുടങ്ങി കാണുമെന്നാ. നിന്നെ തഴഞ്ഞതാ. പിന്നെ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലല്ലോ ഞങ്ങളുടെ സ്നേഹം. സേതുട്ടന്റെ ലോകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. എന്റെ ലോകത്ത് സേതുട്ട മാത്രം. നിന്റെ ഈ വെട്ടിത്തരം കേൾക്കാൻ ഞാനില്ല. അമ്മ തിരക്കുന്നുണ്ടാവും. വൈകുന്നേരം കാണാം. ശ്യാമേ